ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈ കാണുന്ന ബോക്സ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ലോഗോ അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? എന്തായാലും ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഇതൊരു ഫോണാണ് ഗൈസ്. ഞാൻ ഒരു സെക്കൻഡറി ഫോണിന് വേണ്ടിയായിട്ട് മേടിച്ചതാണ്. ഇത് വന്നിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 9 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 9500 ആണ് ഇതിൻ്റെ പ്രൈസ്. എന്തായാലും അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് ഗൈസ്. ഗെയിമിങ്ങിനും കുഴപ്പമില്ല, PUBG ഒന്നും കളിക്കാൻ അത്ര ഇത് ഇല്ലെങ്കിലും ഫ്രീ ഫയർ ഒക്കെ കളിക്കാം ഗൈസ്. അപ്പം ഇനി വന്നിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വന്നിട്ട് 4GB RAM 64GB ഇൻ്റർണൽ സ്റ്റോറേജ് വിത്ത് ക്വാഡ് ക്യാമറയാണ് ഉള്ളത്. DTS ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 16.76 സെൻറ്റിമീറ്റർ, 5000 mAh ബാറ്ററിയും, ക്യാമറ 13 MBയും, പിന്നെ DTS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഫേസ് അൺലോക്ക് ആൻഡ് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. XOS ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി എന്തായാലും നമുക്കൊന്ന് നമ്മളെ ഫോണൊന്ന് എടുത്ത് കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഇത് വന്നിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 9. ഇതിൻ്റെ ക്യാമറ വന്നിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. വിത്ത് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൂടെ ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ ബാക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ക്യാമറ, ക്വാഡ് ക്യാമറയും, ഫിംഗർ പ്രിൻറ്റും, 3 LED ലൈറ്റ്. നമുക്കിതിൻ്റെ സ്റ്റിക്കർ എന്തായാലും ഒന്ന് ഇളക്കി നോക്കാം. ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫോൺ തന്നെയാണ് ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് ഇതിൽ വന്നിട്ട് മോണോ സ്പീക്കർ ഗ്രില്ല് ആണ് വന്നിട്ടുള്ളത്. പിന്നെ മൈക്രോ USB പോർട്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, പിന്നെ 3.5mm ഓഡിയോ ജാക്കുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ക്യാമറ വന്നിട്ട് ലെഫ്റ്റ് കോർണറിൽ, അതായത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ട് സിം ട്രേ ആണ്. ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് സിം ട്രേ, പിന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ വോളിയം അപ്പും ഡൗൺ ബട്ടണും പിന്നെ പവർ ബട്ടണാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് വന്നിട്ട് ബാക്കിലാണ്. പിന്നെ ഇത് ക്വാഡ് ക്യാമറയാണ് ഉള്ളത്. പക്ഷേ കൂടെ 3 LED ഉള്ളൂ. 3 LED ലൈറ്റാണ്. ഇപ്പം ഹോട്ട് 9 Pro ആയിരുന്നെങ്കിൽ 4 വരുമായിരുന്നു. ഇത് പിന്നെ വന്നിട്ട് ഒരു ഹോട്ട് സീരീസിൻ്റെയാണ് വിത്ത് DTSും കൂടെ ഉള്ളത്. ഇപ്പം നമ്മളിനി ഓൺ ചെയ്ത് നോക്കുകയാണ്. XOSൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ XOSൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. പവർഡ് ബൈ ആൻഡ്രോയിഡ് തന്നെയാണ്. അപ്പോൾ ഫോൺ എന്തായാലും കൊള്ളാം. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ആകുമ്പോഴേ ഇതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെ സ്ലോ ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം തുടക്കത്തിൽ എല്ലാ ഫോണും നല്ല തന്നെ ഇരിക്കും. പിന്നെ ഇതിൽ വിട്ടുപോയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് ഒക്ടാ കോർ MediaTek Helio P22 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിംഗർ പ്രിൻ്റ് വന്നിട്ട് അത്യാവശ്യം ഫാസ്റ്റ് ആണെന്ന് പറയാം. ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം ലെവലിലാണെന്ന് പറയാം. പിന്നെ ഇത് 2-3 തവണ ടച്ച് ചെയ്ത് പോയതാണ് സംഭവം. കറക്റ്റ് ആ ഫിംഗർ പ്രിൻറ്റിൻ്റെ അവിടെ കൊണ്ടില്ലായിരുന്നു, അതാണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഫേസ് അൺലോക്കും അത്യാവശ്യം മീഡിയം സ്പീഡ് തന്നെയുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ ഉള്ള എന്തൊക്കെ ആക്സസറീസാണ് കൂടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. 10 വാട്ടിൻ്റെ ചാർജറാണുള്ളത്. സാധാരണ ഒരു 10 വാട്ടിൻ്റെ ചാർജർ തന്നെയാണുള്ളത് വിത്ത് USB കേബിള്. പിന്നെ ഇതിൽ കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ ബാക്ക് കവറാണ്. ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ ഉള്ളത് തന്നെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ട്രാൻസ്പെറൻറ്റ് തന്നെയാണ്.
പിന്നെ കുറച്ച് പേപ്പേഴ്സാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും പിന്നെ യൂസർ മാനുവലും വന്നിട്ട് നമ്മുടെ വാറൻറ്റി കാർഡും. ഇതാണ് നമ്മുടെ വാറൻറ്റി കാർഡ്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ഇൻഫിനിക്സ് വന്നിട്ട് നമ്മുടെ സിം ഇജക്ടർ ടൂളും ഒരു പ്രത്യേകിച്ച് ഒരു കവറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ക്രാച്ച് കാർഡ് അവർ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതിൽ ഈ ബോക്സിൽ കൂടെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വന്നിട്ട് ആസ്പിയറിൻ്റെ ടെമ്പേർഡ് ഗ്ലാസും കൂടെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 149 രൂപ എന്തുമായിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.